ഇന്നത്തെ വീഡിയോയിൽ 2024 മാർച്ച് മാസം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചിരിക്കേണ്ട 8 ആൻഡ്രോയിഡ് ഹൈ ഗ്രാഫിക്സ് ഗെയിമുകളാണ് പറഞ്ഞു തരുന്നത്. ഇന്നത്തെ എല്ലാ ഹൈ ഗ്രാഫിക്സും ഞാൻ പറയുന്നില്ല, ചിലത് ഗ്രാഫിക്കൽ പെർഫോമൻസ് ഭയങ്കര ഹൈ ആയിരിക്കില്ല, പക്ഷേ ഗെയിം ഭയങ്കര കിടലാണ്. ഒന്നാമത്തത് മോണോപോസ്റ്റോ. മോണോപോസ്റ്റോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ F1 കാറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് മോണോപോസ്റ്റോ ആണ് ഇപ്പോൾ നമ്മുടെ F1 കമ്പ്യൂട്ടറിൽ കളിക്കുന്ന ഗെയിമില്ലേ, അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെയിം. നല്ലൊരു എമൗണ്ട് ഓഫ് സൈസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഡൗൺലോഡ് ചെയ്ത് ഗെയിം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അതായത് ഒരു F1 അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഫോർമുല 1 റേസിംഗ് പോലെ തന്നെയാണ് പരിപാടികൾ. ഇതിനകത്ത് നമുക്ക് ടിൽട്ടും ഉപയോഗിക്കാം, അതുപോലെ തന്നെ സ്റ്റിയറിംഗും ഉപയോഗിക്കാം. സ്റ്റിയറിംഗ് ഉപയോഗിക്കുന്നത് ഭയങ്കര പാടാണ്. അത് മാത്രമല്ല, ഇത് നല്ല സ്പീഡ് കൂടിയ കാർ ആയതുകൊണ്ട് തന്നെ ഈ കേർവ്സ് ഒക്കെ കറക്റ്റായിട്ട് വളയ്ക്കാൻ നല്ല സ്കില്ല് വേണം. അതായത് ഒരു F1 കാർ ഓടിക്കുന്നത് എങ്ങനെയാണോ അതേ സ്കില്ല് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഓടിക്കേണ്ടി വരും. എന്നുവെച്ചാൽ അതേ സ്കില്ലല്ല, എന്നാലും ഭയങ്കര പാടാണ്. ഇപ്പോൾ നോർമലി നമ്മൾ ആസ്പാൾട്ട് പോലെയുള്ള ഗെയിമുകൾ കളിക്കും പോലെയല്ല, ഇതിനകത്ത് കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കാറ് വളയൂല. ഈ കാറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയി തട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ആക്സിലൊക്കെ ഒടിഞ്ഞ് മടങ്ങി വരും. അപ്പോൾ നല്ല കെയർഫുള്ളായിട്ട് കറക്റ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് കറക്റ്റായിട്ട് കളിച്ചാൽ മാത്രമേ ഇത് ജയിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഭയങ്കര ടഫുമാണ്. അടുത്ത ഗെയിം ഡ്രോപ്പ് കൾട്ട്. ഡ്രോപ്പ് കൾട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് ഫൈറ്റ് ഇല്ലേ, അതായത് റോഡിൽ ഇറങ്ങുന്ന രണ്ടുപേരും ഇടിച്ച് പൊട്ടിക്കുകയാണ്. ആ സെറ്റപ്പാണ്. 2 ക്യാരക്ടേഴ്സാണ് ഇതിനകത്തുള്ളത്. ആ ഒരു 2 ക്യാരക്ടേഴ്സിൽ ഒരു ക്യാരക്ടർ നമ്മളായിരിക്കും. നമുക്ക് കുറേ സ്കില്ലുകൾ കാണും, അതെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് അടി കൂടുന്ന സമയത്ത് ഇതിൻ്റെ എതിരാളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിച്ച് വാ പൊട്ടിക്കും. ഉള്ളത് പറയല്ല, നിങ്ങൾക്ക് വാ തുറക്കാൻ പോലും സമയം കിട്ടും. നിങ്ങൾ കൈ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും 10 ഇടി മോണെ കിട്ടും. അങ്ങനെയാണ് ഈ ഗെയിം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്രാഫിക്കൽ പെർഫോമൻസ് ഭയങ്കര രസമാണ്. ഫിസിക്കലി നമുക്ക് കളിക്കുന്ന സമയത്തുള്ള ഫിസിക്സ് ഭയങ്കര രസമാണ്. ആൻഡ് ഇതിനകത്ത് ഒരാളെ നമ്മൾ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന ആൾ എന്തായാലും നമ്മൾ തോൽപ്പിച്ചിരിക്കും. സോ ഒരു 2-3 ലെവലൊക്കെ കഴിയുമ്പോൾ ഭയങ്കര ടഫായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മസിൽ മെമ്മറിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൻഡ് മൂവ്മെൻറ്റും അത്രത്തോളം സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. അടുത്ത ഗെയിം റഷ് അവർ 3D. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഗെയിമാണ്. മേ ബി നിങ്ങൾക്ക് പറയാം ഒരു ചാത്തൻ ഗെയിം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ഗെയിം ഭയങ്കര രസമാണ്. അതായത് ഇത് നിങ്ങൾക്ക് വെർട്ടിക്കലി വെച്ച് കളിക്കേണ്ടതാണ്. നിങ്ങളുടെ കയ്യിലൊരു കാറ് കാണും. അപ്പോൾ നിങ്ങൾ ഒരു 2 ലൈനുള്ള റോഡിൻ്റെ റൈറ്റ് ലൈനിൽ കൂടി നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് ഇടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഓവർടേക്ക് ചെയ്യണം. ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ടൈമിങ്ങിലല്ല ഓവർടേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നിങ്ങളെ പടവാക്കും. അതായത് നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടി നമ്മുടെ വണ്ടി പൊക്കോളും. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ഓവർടേക്ക് ചെയ്യേണ്ടത് ആ സമയത്ത് നമുക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ ഈ വണ്ടി ഇങ്ങനെ പോകുന്ന വണ്ടി ഇങ്ങനെ ആയിട്ട് അതേപോലെ കറക്റ്റ് ടൈമിൽ നിങ്ങൾ തിരിച്ച് നമ്മുടെ ട്രാക്കിൽ തന്നെ കൊണ്ടുവയ്ക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഇരിക്കും. ഇങ്ങനെ നിങ്ങൾ റേസ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് ടാസ്ക്. ലൈക്ക് പറയപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കുക. വലിയ സൈസൊന്നുമില്ല, ട്രൈ ചെയ്ത് നോക്കുക. നെറ്റ്ഫ്ലിക്സിലുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു സീരീസ് ഉണ്ട്, ദ കിങ്ഡം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ഗെയിം ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു ഗെയിം നമ്മൾ ഫോണിൻ്റെ അകത്ത്, അതായത് സ്റ്റുഡിയോയിലുള്ള ഒരു 5-6 ഫോണിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് കറക്റ്റായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഗെയിമിന് മാത്രം ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഹൈ എൻഡ് മൊബൈൽ അല്ലെങ്കിൽ ഹൈ എൻഡ് സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. PUBG വർക്കാവുമെന്ന് കരുതി ഇതെടുത്ത് ഡൗൺലോഡ് ചെയ്യരുത്. എങ്ങനെ പോലും ഒരു 7 GB ഇതിൻ്റെ സൈസ് നമുക്ക് വരുന്നുണ്ട് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ. നമ്മൾ ഗെയിം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളൊരു കിങ്ഡത്തിലെത്തും. നമ്മുടെ കയ്യിൽ വാള് പരിചയമൊക്കെ കാണും. അത് വെച്ചിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത് ജയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തീം. ഇതിൻ്റെ അകത്ത് സോംബി പോലെയുള്ള കുറേ മനുഷ്യരാണ് വരുന്നത്. സോംബി അല്ല, എക്സാക്ട്ലി ഭയങ്കര വികൃതമായിട്ടുള്ള സോംബി അല്ല, ലൈക്ക് സോംബി പോലെ ഇരിക്കുന്ന കുറേ മനുഷ്യർ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എബിലിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. ബട്ട് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഗ്രാഫിക്സ് ആണ്. ഗ്രാഫിക്സ് ആൻഡ് എൻവയോൺമെൻറ്റ് വേറെ ലെവൽ. 2024 ഒരു ബെസ്റ്റ് ഫോൺ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ അകത്ത് ഈ ഒരു ഗെയിം എടുത്തിട്ട് ട്രൈ ഔട്ട് ചെയ്യുക. ഈ ഒരു ഗെയിം എങ്ങനെ പെർഫോം ചെയ്യും അതുപോലെ ഇരിക്കും ആ ഫോണിൻ്റെ പെർഫോമൻസ്. അന്യായ പെർഫോമൻസും അന്യായ ക്വാളിറ്റി. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഗെയിം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അതിൻ്റെ എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ ആ മൂവ്മെൻറ്റ്സും ആൾ നടക്കുന്നതും വെട്ടുന്നതും ആയാലും എഫക്ട്സും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളി ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ OnePlus 12R അകത്ത് ഇത് എടുത്തിട്ടില്ല, ഭയങ്കര ഷട്ടറായിരുന്നു. OnePlus 12 എടുത്തു, OnePlus Openലും എടുത്തു. അതുകൊണ്ടാണ് നമ്മൾ OnePlus Openൽ ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിം, ട്രൈ ചെയ്യാം. അടുത്ത ഗെയിം ഫ്ലൈയിങ് ടാങ്ക്. സിമ്പിളാണ്, പക്ഷേ ഗെയിമിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എർത്തിനെ മൊത്തത്തിൽ ഏലിയൻസ് കൊണ്ടുപോയി. അപ്പോൾ ഈ ഏലിയൻസ് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എർത്തിനെ നമ്മൾ തിരിച്ചു പിടിക്കണം. അതിനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ട്. ആ സ്പേസ് ഷിപ്പ് ഇങ്ങനെ പോവും, ഏലിയൻ്റെ സ്പേസ് ഷിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് മിസൈൽ വിടാൻ പറ്റും, വെടിവെക്കാൻ പറ്റും, ബോംബ് താഴേക്ക് ഇടാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലും താഴേക്ക് ആയിട്ടുള്ള ഏലിയൻസിൻ്റെ സ്പേസ് ഷിപ്പുകളെല്ലാം നശിപ്പിക്കണം. സിമ്പിൾ പരിപാടിയാണ്. അതായത് കുറേ സ്പേസ് ഷിപ്പുകൾ വരും, അതിനെല്ലാം ഇങ്ങനെ വെടിവെച്ച് പണ്ട് നമ്മളൊരു ഗെയിം കളിച്ചിട്ടില്ല അതേപോലത്തെ സെറ്റപ്പ്. എന്നാൽ
ഇതിൻ്റെ ആ ഒരു രീതിയൊക്കെ ഭയങ്കര സ്മൂത്താണ്. അതായത് ആ എഫക്ട്സും വെടി വെക്കുന്ന സമയത്തും അത് പോയി പൊട്ടുന്നതും ഒക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം ദ ഗോസ്റ്റ്. ഈ ഒരു ഗെയിം ഞാൻ ആർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത് കളിക്കണ എങ്ങനെ കളിക്കണമെന്ന് പറയുന്നത്, രാത്രി നിങ്ങളുടെ റൂമിനകത്ത് കയറിയിട്ട് ലൈറ്റൊക്കെ അണയ്ക്കണം, എന്നിട്ട് ഹെഡ്ഫോൺ വെക്കണം, എന്നിട്ട് ഈ ഗെയിം കളിക്കണം. മാരക ഗെയിമാണ് ഇത്. രാത്രിയൊന്നും കളിക്കാനേ കൊള്ളൂല. നമ്മുടെ കയ്യിൽ ഒരു ടോർച്ച് മാത്രമേ ഉള്ളൂ, ഫുൾ ഇരുട്ടാണ്. ഈ ഇരുട്ടത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഗോസ്റ്റിനെ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. എനിക്കിത് സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ടെങ്കിലും ഞാനിത് നേരെ കളിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കളിച്ചു. അടുത്ത ഗെയിമാണ് ഗൺസ് ആൻഡ് ഗാങ്സ്. ഗൺസ് ആൻഡ് ഗാങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഗെയിം ബേസിക്കലി നമുക്ക് ഒരു ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടറാണ്. നമ്മുടെ കയ്യിലൊരു ഗണ്ണ് തന്നിട്ടുണ്ടാവും. നമ്മളൊരു 5 പേരടങ്ങുന്ന ടീം, അതുപോലെ തന്നെ വേറൊരു ടീമും കാണും. അപ്പോൾ ആ ടീമിനെ പോയി അറ്റാക്ക് ചെയ്ത് അവിടെയുള്ളവന്മാരെ കൊല്ലണം. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് അറിയാമോ, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുന്ന സമയത്ത് ഗെയിം കളിച്ചിട്ടുള്ളവർക്കറിയാം റീകോയിൽ എന്ന് പറയുന്ന സാധനം ഭയങ്കര കൂടുതലാണ്. അതേപോലെ അന്യായ റീകോയിലാണ്. പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര വലിയ റീകോയിലാണ്. ഇതിനകത്ത് വെടിവെക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ ആ ഗണ്ണിനൊന്ന് കൺട്രോൾ ചെയ്ത് കറക്റ്റായിട്ട് ഡാമേജ് കൊടുക്കാൻ ഭയങ്കര പാടാണ്. മൊബൈൽ ഫോണിൽ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള റീകോയിലുള്ള ഒരു ഗൺ മെക്കാനിസം ഉള്ള ഗെയിം ഞാൻ കണ്ടിട്ടില്ല. കളിച്ചു നോക്കാം. ഫൈനൽ ആയിട്ടുള്ള ഗെയിം ക്രോസ് ഔട്ട്. ക്രോസ് ഔട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെത്ത് റേസ് കണ്ടിട്ടില്ലേ? ഡെത്ത് റേസിൽ നമ്മൾ ഓരോ വണ്ടികൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തന്നെ ആളുകളെ കൊല്ലാനും വേറെ വണ്ടികളെയൊക്കെ വെടിവെച്ചിടാനൊക്കെയുള്ള സെറ്റപ്പുകൾ ഉണ്ടാക്കൂലേ, അതേപോലെ ഒരു വണ്ടി നമുക്ക് കിട്ടും. ഇതിനകത്ത് നമുക്ക് വണ്ടീനെ നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് പോയിന്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് കുറേ ആക്സസറീസ് ഒക്കെ മേടിച്ച് അതെല്ലാം വെച്ച് ഗണ്ണൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് സെറ്റാക്കാൻ പറ്റും. എന്നിട്ട് നമ്മളൊരു ഗ്രൗണ്ടിൽ ഇറക്കും, നമ്മളൊരു ടീം കാണും. അപ്പോൾ ഓപ്പോസിറ്റും ഇതേപോലെയുള്ള വണ്ടികൾ കാണും. അവന്മാരൊക്കെ പോയി 40 രൂപ വെടിവെച്ച് കൊല്ലുക. അതാണ് സെറ്റപ്പ്. ആദ്യമൊക്കെ എളുപ്പമാണ്, പിന്നീട് ഓരോരുത്തന്മാർ അപ്ഗ്രേഡ് ചെയ്ത് വരുന്നതൊക്കെ കാണപ്പം അവന്മാരുടെ ടയർ കയറിയിട്ടൊക്കെ നമ്മൾ മരിച്ചു പോകും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കസ്റ്റമൈസ് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫൺ ഗെയിമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന 8 കിടിലൻ ഗെയിമുകൾ എന്ന് പറയുന്നത്. ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ആൻഡ് ഇപ്പോൾ iOS അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരായിരിക്കും. ബൈ.